നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർഷേ, നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. നീ ആയിരിക്കുന്നു വിചാരിച്ചു തന്നെയാ ഞാൻ കാണാൻ സമ്മതിച്ചതും. ആന്റി ആകെ ക്ഷീണിച്ചല്ലോ. എന്തു പറ്റി? മുഖമൊക്കെ ആകെ കരുവാളിച്ചല്ലോ. അപ്പോ നീയൊന്നും അറിഞ്ഞില്ലേ ഹർഷേ? ഞാനിന്നലെ ഹോസ്പിറ്റലായിരുന്നു. ഒരുത്തി ഇതിനകത്ത് വെച്ചേ എന്നെ കൈവച്ചതാ. ഈശ്വര, ദേഹം മുഴുവൻ ഇടിച്ച് പദം വരുത്തി കളഞ്ഞു അവള്. അല്ല, അപ്പൊ ഞാൻ വിചാരിച്ചത് നീ അത് അറിഞ്ഞിട്ട് വന്നതാന്നാ. സോനയും ഇന്ദ്രനും എന്നെ വന്ന് കണ്ട കാര്യം ആന്റി അറിയേണ്ട കാര്യമില്ല. ഇതെന്റെ മാത്രം കണക്കിലിരിക്കട്ടെ. പരാതിയൊന്നും ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് കേസൊന്നും എടുത്തില്ല. അതുകൊണ്ട് വാർത്തയും ആയില്ല. ഇല്ല ആന്റി, ഇങ്ങനൊരു വാർത്ത ഞാൻ അറിഞ്ഞതേയില്ല. ഓ, ആന്റിയുടെ വീട്ടുകാരെ അറിയിച്ചില്ലേ? അവരറിയിച്ചു. ഹോസ്പിറ്റലിൽ ഇന്ദ്രൻ വന്നിരുന്നു. എന്നിട്ട് മര്യാദയ്ക്ക് ജീവിക്കുവാണെങ്കിൽ ജയിലിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞു. ഞാൻ മര്യാദയ്ക്ക് ജീവിക്കാൻ തയ്യാറാ. പക്ഷേ അനുപമ എൻ്റെ കുടുംബത്തിനുണ്ടാവരുതെന്ന് ഞാൻ പറഞ്ഞു. അവളുടെ മുമ്പിൽ തല കുനിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലതേ മരിച്ചു കളയുന്നതാ. അപ്പോ ആന്റിയുടെ ഉള്ളിലെ കനൽ ഇതുവരെ അണഞ്ഞിട്ടില്ലേ? അതിപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ? അതണയുന്നതേ എൻ്റെ ശ്വാസം നിലയ്ക്കുമ്പോൾ മാത്രമായിരിക്കും ഹർഷേ. പക്ഷേ ഇതിനകത്തെ ജീവിതം, ഇതൊരു നരകം തന്നെയാ ഹർഷേ. സത്യം പറഞ്ഞ ദേഹം മുഴുവൻ ഇടിച്ചു നുറുക്കിയതുപോലുള്ള വേദന അനുഭവിച്ചുകൊണ്ടാ ഞാനിപ്പോഴും നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ചില സമയത്തങ്ങ് ചത്തു കളഞ്ഞാലെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ അനുഭവിച്ചില്ലേ ആന്റി? ഇനി ആന്റി പിടിച്ചു നിൽക്കണം. ഞാനില്ലേ ആന്റിയുടെ കൂടെ. നീ മാത്രം ഹർഷ എനിക്കൊരു പ്രതീക്ഷ. ഇതുവരെ നിന്നെ കാണാതായിപ്പോ ഞാൻ വിചാരിച്ചു നീയും എന്നെ ഉപേക്ഷിച്ച് കാണുമെന്ന്. ഞാൻ അങ്ങനെ ഉപേക്ഷിക്കൂ ആന്റി? ആന്റി ജയിലിലായതോടെ ഗൂഢാലോചനയ്ക്ക് ഞാനും അകത്താകുമെന്നും പറഞ്ഞ് എല്ലാവരും എന്നെ ഭയപ്പെടുത്തി. ഞാൻ പിന്നെ എങ്ങനെ ആന്റിയുടെ കാര്യത്തിൽ ഇടപെടും? പോലീസുകാരെന്നോട് കുത്തി ഓരോന്ന് ചോദിച്ചു. ആരുമായിട്ട് ഗൂഢാലോചന നടത്തിയാ ഇതൊക്കെ ചെയ്തതെന്ന്. ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ലെന്നും ആരുടെയോ സഹായം ഉണ്ടെന്നും അവര് തീർത്തു പറഞ്ഞു. പക്ഷെ എന്നെ കൊന്ന ഞാൻ ഹർഷയുടെ പേര് പറയൂ? ആന്റി, എനിക്കറിയായിരുന്നു ആന്റി എന്നെ ഒറ്റുകൊടുക്കില്ലെന്ന്. അതുകൊണ്ടിപ്പോ ആന്റിയെ രക്ഷിക്കാൻ ഞാനെങ്കിലും ഉണ്ട്. കഴിയുന്നത്ര വേഗം എന്നെ ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷിക്കെന്റെ ഹർഷേ. പുറത്തു വന്ന് കടത്തന്നെ കിടക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. എനിക്കിതിനകത്ത് വയ്യ. ആന്റി എന്താ കടത്തന്നെ കിടക്കുന്നേ? ആന്റിക്ക് സ്വന്തം വീടില്ലേ? ആന്റി അവിടേക്ക് തന്നെ തിരിച്ചു പോണം. എന്തായാലും ഞാൻ ഇന്ന് തന്നെ വക്കീലിനെ കണ്ട് ജാമ്യം എടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ ആന്റി. ജാമ്യ ഹർജി പോലീസ് എതിർക്കാതിരിക്കാനുള്ള വഴിയും നോക്കാം. എത്രയും വേഗം ആന്റി ഇവിടുന്ന് പുറത്തെത്തിക്കാൻ കഴിയും തന്നെ എന്റെ വിശ്വാസം. അയ്യോ മതി ഹർഷേ, നീ മനസ്സ് വെച്ച് എന്ത് നടക്കുമെന്ന് എനിക്കറിയാം.
എന്തായാലും നീ എൻ്റെ അടുത്തേക്ക് വന്നല്ലോ. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ആ അനുപമയ്ക്കെതിരെ ആന്റിയുടെ മനസ്സിലുള്ള കനൽ അതണയാതെ സൂക്ഷിക്കണം ആന്റി. ഇവിടുന്ന് ഇറങ്ങിയാലും അവളെയും ഇന്ദ്രനെയും തമ്മിൽ അകറ്റുക തന്നെയായിരിക്കണം ആന്റിയുടെ ലക്ഷ്യം. അത് നീ പ്രത്യേകം പറയണോ ഹർഷേ? ഞാനിനി ജീവിക്കുന്നത് തന്നെ അതിനായിരിക്കും. അതെ, സമയം കഴിഞ്ഞു, വാ പോവാം. പോട്ടെ ഹർഷേ. ശരി ആന്റി. വാ. ഇന്ദ്ര, ഇന്ദ്രൻ ഹർഷയെ വിളിച്ച കാര്യം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് അമ്മയുടെ കാര്യം സംസാരിക്കാനാണെന്നും അവൾ പറഞ്ഞായിരുന്നു. ആ കാര്യമല്ലാതെ വേറൊന്നും എന്നോട് പറഞ്ഞുമില്ല. ഞാൻ പ്രത്യേകിച്ചൊന്നും ചോദിച്ചുമില്ല. എന്തായാലും അതിനുശേഷം ഹർഷ വളരെ ആക്റ്റീവാണ്. പിന്നെ ഇന്ദ്രനെ ഏൽപ്പിച്ച കാര്യം എന്തായാലും അവൾ ചെയ്തിരിക്കും. ആ സുശീല ആന്റി ജയിലിൽ നിന്ന് ഇറക്കേണ്ടത് അവളുടെ കൂടെ ആവശ്യമാണല്ലോ. എന്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലാത്തോണ്ട് രവി ഞാൻ ഹർഷയുടെ സഹായം തേടിയത്. അത് വേറെ ആരും അറിയരുതെന്നും എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷേ രവി അതറിയണമെന്ന് എനിക്ക് തോന്നി. നാളെ ഹർഷ തന്നെ മറ്റൊരു കഥയുണ്ടാക്കിയ രവി എന്നെ തെറ്റിദ്ധരിക്കരുതല്ലോ. ഹർഷയിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കുക ഇന്ദ്ര. അതറിഞ്ഞുകൊണ്ട് നീ അവൾക്ക് തലവെച്ച് കൊടുക്കണ്ടായിരുന്നു എന്നാ എൻ്റെ അഭിപ്രായം. ഞാൻ പിന്നെ എന്ത് ചെയ്യും രവി? ഞാൻ അമ്മയെ ജയിലിൽ നിന്ന് ഇറക്കാമെന്ന് പറഞ്ഞപ്പോൾ അനുപമയെ ഉപേക്ഷിച്ചതിന് ശേഷം നീ അത് ചെയ്താൽ മതി എന്ന് അമ്മ പറഞ്ഞത്. അങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയുന്ന ഒരു അമ്മ ജയിലിൽ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിക്കണം എന്തിരാ. മക്കളെ പ്രസവിച്ചുകൊണ്ട് മാത്രം ആരും അമ്മയാവില്ല. അവരെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവളാണ് യഥാർത്ഥ അമ്മ. അല്ലാതെ ഇതുപോലെ സ്വാർത്ഥയാവില്ല. സോറി ഇന്ദ്ര. ഇന്ദ്ര, നിന്നെപ്പോലൊരു മകനുള്ളത് കൊണ്ടാ സുശീലാൻറ്റി ഇതുവരെ ആരും തള്ളിക്കളയാതിരുന്നേ. ഇനിയെങ്കിലും അവരൊന്ന് അനുഭവിക്കട്ടെ, പഠിക്കട്ടെ. അതല്ലേ നല്ലത്. രവി പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ മനസ്സുകൊണ്ട് ഞാനും അമ്മ ചെയ്ത് തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കട്ടെന്ന് തീരുമാനിച്ചതാ. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് അമ്മയെ കണ്ടതോടെ